ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിനി സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്ത സീരീസ് ആണ്. ബ്ലാക്ക് വാറന്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സീരീസിന്റെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1980-85 ആ ഒരു കാലഘട്ടത്തിലെ തിഹാർ ജയിലിലെ കഥയാണ് ഈ ഒരു സീരീസ് കാണിച്ചു പോകുന്നത്. പുതിയതായിട്ട് 1980 പുതിയതായിട്ട് അവിടെ ജയിലറായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഒരു കാഴ്ചയിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നതാണ്. യഥാർത്ഥ സംഭവങ്ങളും അതുപോലെ തന്നെ ഫിക്ഷനും കൂടി കൂട്ടിക്കലർന്നുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഈ സീരീസിൽ പറഞ്ഞു വെക്കുന്നത്. 6 എപ്പിസോഡുകളാണുള്ളത്. ചാൾസ് ശോഭരാജ്, രംഗ ബില്ല, ആ യഥാർത്ഥ കുറ്റവാളികളൊക്കെ അതിൽ വന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, യഥാർത്ഥ സംഭവങ്ങളും അതുകൂടാതെ ഫിക്ഷനും എല്ലാം കൂടി കൂട്ടിക്കലർത്തിയുള്ള ഒരു സംഭവമാണ് ഈ ഒരു സീരീസ് ഉള്ളത്. 6 എപ്പിസോഡുകളാണുള്ളത്. ഏകദേശം 40-50 മിനിറ്റുകൾ അടങ്ങുന്ന 6 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു മിനി സീരീസാണ്. ഞാൻ പറയുന്നത് പിന്നെ എന്താ പറയുക, ഹിന്ദി സീരീസ് ആണെങ്കിലും തമിഴ്, തെലുങ്ക് ഭാഷകളിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ തമിഴ് ഡബ്ഡ് വേർഷനാണ് കണ്ടത്. നല്ല ഡബ്ബിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. ബ്ലാക്ക് വാറന്റ് കൺഫെഷൻ ഓഫ് എ തിഹാർ ജയിലർ എന്നുള്ള ആ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയെടുത്തൊരു സീരീസ് കൂടിയാണ് ബ്ലാക്ക് വാറന്റ് ആണ് ഈ ഒരു സീരീസ്. ആ ഒരു തിഹാർ ജയിലിൽ, ആ ഒരു കാലഘട്ടത്തിൽ തിഹാർ ജയിലിൽ നടക്കുന്ന സംഭവങ്ങൾ, അതുകൂടാതെ ഈ ജയിലർമാരായുള്ള പോലീസുകാർ ഇവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇവർക്കുള്ള അവിടുത്തെ ഒരു എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണല്ലോ, അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വേറൊരു ലോകമാണ് അതിൻ്റെ ഉള്ളിൽ. ആ ഒരു എങ്ങനെയെന്നുള്ളത് അങ്ങനെ കുറേ സംഭവങ്ങൾ കാണിച്ചു തരുന്ന സംഭവമാണ്. ഓരോ എപ്പിസോഡുകളും ഓരോ കഥകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സംഭവമാണ്. ഓരോ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്, പണ്ട് നടന്ന കുറേ ഓരോ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ എപ്പിസോഡുകൾ വരുന്നത്. ആ കഥ പറഞ്ഞു പോകുന്ന രീതികളും കാര്യങ്ങളൊക്കെ നമ്മളെ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്റ്റോറി എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എൻഗേജിങ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാനൊരു സംഭവമാണ്. തുടങ്ങിയ സമയത്ത് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ പോയെങ്കിലും ഇത് എങ്ങോട്ടാണ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടില്ല. ഏത് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലൊരു സംഭവമാണ്. ഒരു ക്രൈം മിസ്റ്ററി എന്ന് പറയാനില്ല, ക്രൈം ത്രില്ലർ, ഡ്രാമ ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ചാൾസ് ശോഭരാജിൻ്റെ രംഗ ബില്ല ആ സംഭവങ്ങളൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ രസകരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുള്ളതാണ്. ആ സ്റ്റോറി കഥ പറഞ്ഞു പോകുന്ന സംഭവങ്ങളും, പിന്നെ മാത്രമല്ല ടെക്നിക്കൽ സൈഡുകളും പെർഫോമൻസുകളും, ആ ആർട്ട് വർക്കുകൾ, ആ ജയിലിൽ ഉൾഭാഗങ്ങൾ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ശരിക്കുള്ള ജയിലാണോ അതോ പിന്നെന്താ പറയുക സെറ്റിട്ട സംഭവമാണോ, എന്താ അവർ ചെയ്തതെന്നുള്ളത് വിഎഫ്എക്സ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, മനസ്സിലാവുന്നില്ല. ആർട്ട് വർക്ക്, അതായത് സെറ്റിട്ട സംഭവമാണെങ്കിൽ ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു ഡ്രസ്സിങ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ പെർഫോമൻസ് ഞാൻ പറഞ്ഞു, പെർഫോമൻസുകൾ, പിന്നെ മ്യൂസിക്, എല്ലാ വശങ്ങളും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കാസ്റ്റിംഗ് സൂപ്പറായിരുന്നു എന്നുള്ളതാണ്. സഹാൻ കപൂർ, രാഹുൽ ഭട്ട് എന്നിവരൊക്കെയാണ് ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ് ബ്ലാക്ക് വാറന്റ് ഒരു സീരീസ്. എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു കഥ പറഞ്ഞു പോകുന്ന ശൈലിയാണ്. മേക്കിങ് കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.